ഇവിടെ ആവി പൊങ്ങാൻ തുടങ്ങിയപ്പോ പുട്ടുകുറ്റി ഉച്ചത്തിൽ വിളിച്ചു, പുട്ടുവെന്തു കുറ്റികുത്ത്. തൊട്ടടുത്തിരുന്ന പ്രഷർ കുക്കർ ശാന്തമായി ചോദിച്ചു, ഇത്രയ്ക്ക് ഒച്ച വെക്കണോ പുട്ടുകുറ്റി? പുട്ടുകുറ്റി പരാതി വലിച്ചു തുടങ്ങി. പിന്നല്ലാതെ ആവി പൊങ്ങുമ്പോ തല കിറങ്ങുന്നത് പോലെയാ. ഇവിടെ അച്ചായനാണെങ്കിൽ എന്നും പുട്ട് വേണം. ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ? മിസ് കുക്കർ ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു. ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോടി? പുട്ടുകുറ്റിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നീ മിണ്ടരുത്. എന്റെ കഷ്ടപ്പാടിനെ പറ്റി നിനക്കെന്തറിയാം? സമയമാവുമ്പോ വിസിലടിച്ച് വിളിച്ചാ പോലെ നിനക്ക്. അന്നാമച്ചി ഓടി വരില്ലേ? അത് കേട്ടതും പ്രഷർ കുക്കർ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ അല്ല പുട്ടുകുറ്റി, ഞാൻ ഇത്രയും കാലം ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുമാത്രം മെന്റൽ പ്രഷർ എനിക്കുണ്ടെന്നറിയാമോ? കടുകട്ടിയായ കടലയും ഗ്രീൻ പീസും ഒക്കെ വേവിക്കാൻ തരും. ചങ്ക് പൊട്ടിയാണ് ഓരോ വിസിലും അടിക്കുന്നത്. എനിക്ക് മടുത്ത് പുട്ടുകുറ്റി. പ്രഷർ കൂടി എനിക്ക് ഭ്രാന്തി പിടിക്കും. തൊട്ടടുത്തിരുന്ന ഡോക്ടർ വാഷ് ബാർ സോപ്പ് ഉപദേശിച്ചു. നിങ്ങൾക്ക് BP ഒരുപാട് കൂടുതലാണ് മിസ് കുക്കർ. പ്രഷറിന്റെ ഗുളിക കഴിക്കേണ്ടി വരും കേട്ടോ. അത് കേട്ടതും പ്രഷർ കുക്കർ കരച്ചിലടക്കി. ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ ഡോക്ടർ. കഴിഞ്ഞ ആഴ്ച കാഞ്ഞങ്ങാടുള്ള കുഞ്ഞമ്മയുടെ മോള് പ്രഷർ സഹിക്കാനാവാതെ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്തായിരുന്നു. കുക്കറിന്റെ യാതനകൾക്ക് മുമ്പിൽ തന്റെ കഷ്ടപ്പാടുകൾ ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞ പുട്ടുകുറ്റി കുക്കറിനെ ആശ്വസിപ്പിച്ചു. നീ ഇങ്ങനെ വിഷമിക്കല്ലേ കുക്കറെ, കണ്ടിട്ട് സഹിക്കുന്നില്ല. പെട്ടെന്നൊരു അശരീരി കേട്ടു. നിന്റെ കഷ്ടപ്പാടുകൾ നിന്റെ കുടുംബത്തിന് വേണ്ടിയാകുന്നു. ആ അരുളിപ്പാട് കേട്ടിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. കറണ്ട് പോയപ്പോ അന്നാമച്ചി കത്തിച്ചു വെച്ച മെഴുകുതിരി ദിവ്യപ്രകാശത്തോടെ പറഞ്ഞു, കുക്കറെ മകളെ, നീ നിന്റെ വീട്ടുകാരുടെ വയറ് നിറയ്ക്കാനല്ലേ ഇതൊക്കെ സഹിക്കുന്നത്? അതെങ്ങനെ കഷ്ടപ്പാടാകും കുഞ്ഞാടെ? പ്രഷർ കുക്കറിന്റെ ഉള്ളു നിറഞ്ഞു. ആ മെഴുകുതിരി വെട്ടം അവളുടെ സങ്കടം ഇല്ലാണ്ടാക്കി. അവൾ പ്രത്യാശയോടെ ഒന്നുകൂടി വിസിലടിച്ചു. അന്നാമച്ചിയുടെ ശബ്ദം കേട്ടപ്പോ കുക്കറിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇനി മുതൽ എന്റെ ഈ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്റെ പ്രഷർ അങ്ങ് സഹിക്കും. അവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. കുക്കറിന്റെ ഓരോ വിസിലും അവരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ശബ്ദമാണെന്ന് നിങ്ങൾ ആരും ഇനി മറക്കരുത് കേട്ടോ.